ഒന്നാമതായി ഭരണസംബന്ധമായ സകലമാന വിഷയങ്ങളും അമാനത്തിൽപ്പെട്ടതാണ്. ഭരണസംബന്ധമായ എല്ലാ കാര്യങ്ങളും അമാനത്താണ്, സൂക്ഷിച്ചുകൊള്ളി. ഗാർഹിക ഭരണമാകട്ടെ, പഞ്ചായത്ത് ഭരണമാകട്ടെ, മുനിസിപ്പാലിറ്റി ഭരണമാകട്ടെ, കേരളീയ ഭരണമാകട്ടെ, ഇന്ത്യയുടെ ഭരണമാകട്ടെ, ലോകത്തിന്റെ ഭരണമാകട്ടെ, ഭാര്യയെ ഭരിക്കുന്നതാകട്ടെ, മക്കളെ ഭരിക്കുന്നതാകട്ടെ, പള്ളി ഭരിക്കുന്നതാകട്ടെ, ഉസ്താദ്മാരെ ഭരിക്കുന്നതാകട്ടെ, നാട്ടുകാരെ ഭരിക്കുന്നതാകട്ടെ, ഈ ഭരണമെല്ലാം അമാനത്ത്. സൂക്ഷിച്ചോളി. ഭരണകർത്താക്കൾ ശ്രദ്ധിക്കാൻ കുറെ ആയത്തുകളും കുറെ ഹദീസുകളും നിങ്ങളുടെ മുന്നിൽ ഇട്ടുതരികയാണ്. നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ട് നാളെ ജോലി രാജിവെക്കണോ വേണ്ട എന്ന് തീരുമാനിച്ചോളി. ഇതൊന്നും എന്റെ വാക്കല്ല, പരിശുദ്ധ പ്രവാചകന്റെ വാക്കാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭരണസംബന്ധമായ എല്ലാ കാര്യങ്ങളും അമാനത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് മാത്രമേ അധികാരം കൈമാറാവൂ. അർഹതയില്ലാത്തവനും സമൂഹത്തിൽ നിലയും വിലയുമില്ലാത്തവനും അന്തസ്സുമില്ലാത്തവൻ, അഭിമാനമില്ലാത്തവൻ, പഠിപ്പില്ലാത്തവൻ, യോഗ്യതയില്ലാത്തവൻ, കുടുംബ പാരമ്പര്യമില്ലാത്തവർക്ക് അധികാരം കൈമാറരുത്. അങ്ങനെ അധികാരം ആരെങ്കിലും കൈമാറിയാൽ ആ സഹോദരനെ, ആ വ്യക്തിയെ അധികാരത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഏതൊരു വ്യക്തിയാണോ അവർ ചെയ്യുന്ന ഓരോ ചലനങ്ങളും ഓരോ വോട്ടുകളും അവരെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഒരാളെ ുമ്പോൾ ഈ വ്യക്തി നാട്ടിന് അർഹനാണ്, അവൻ അതിനുവേണ്ടി പ്രാപ്തനാണ്, നാട്ടുകാർക്ക് ഗുണം ചെയ്യുന്നവനാണ്, ഹക്കിന്റെ വഴികളെ നിലനിൽക്കുന്നവനാണ്, ധർമ്മത്തിന്റെ കൂട്ടുകാരനാണ്, അധർമ്മത്തെ വലിച്ചെറിയുന്നവനാണ്, അനീതിക്ക് കൂട്ടുനിൽക്കാത്തവനാണ് എന്ന് പരിപൂർണമായി യോഗ്യനാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവനെ അധികാരത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രചോദനം നൽകാം, പ്രോത്സാഹിപ്പിക്കാം. അതല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു അന്തസ്സോ അഭിമാനമോ കുടുംബ പാരമ്പര്യമോ നോക്കാതെ അവനിൽ നിന്നുമുള്ള ഭീഷണിയെ വഴങ്ങിക്കൊണ്ട് അധികാരത്തിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ, ഈ സപ്പോർട്ട് ചെയ്യുന്ന ഏത് വ്യക്തിയായാലും അവരുടെ ഒരു സുന്നത്തോ ലം യഖ്ബലില്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല, അവരിൽ നിന്ന് ഒരു സുന്നത്തോ ഫർളോ ആയ ഒരു കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കുകയില്ല. മാത്രമല്ല, ഈ അധികാരത്തിൽ കയറിപ്പറ്റിയവൻ ചെയ്യുന്ന തോന്നിയവാസത്തിന് അതിന്റെ മുഴുവനും ഓരോ മിസ്ൽ സവാബ് ഈ അധികാരത്തിലേക്ക് കയറ്റിയ വ്യക്തികൾക്കുമുണ്ടാകും. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മൻ അആന അലാ മഅസിയ വലൗ കാന ബിശത്രി കലിമത്തിൻ കാന ശരീകൻ ലഹു ഫിഹാ. ആരാ ഒരു തെറ്റിന് കൂട്ടുനിൽക്കുന്നുവോ, അധികാരി കൈക്കൂലി വാങ്ങിയാൽ, ഖജനാവിൽ കൈയിട്ടാൽ, അതിൽ നിന്ന് അനർഹമായ സ്വത്തുക്കൾ അവൻ സമ്പാദിച്ചാൽ ആ വ്യക്തിയെ അധികാരത്തിലേക്ക് കയറ്റിവിടുന്ന ഓരോരുത്തരും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. മൻ അആന അലാ മഅസിയ വലൗ കാന ബിശത്രി കലിമത്തിൻ കാന ശരീകൻ ലഹു ഫിഹാ. ആരൊരാൾ ഒരു തെറ്റിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നുവോ, ഒരു തെറ്റിലേക്ക് അവൻ പോകുന്നുവോ, അതിന് ആരെല്ലാം തയ്യാറായിട്ടുണ്ടോ, ആരെല്ലാം അതിനുവേണ്ടി പ്രചോദനം നൽകിയിട്ടുണ്ടോ, സഹായിയായിട്ടുണ്ടോ, ഒരു വാക്കുകൊണ്ടാകട്ടെ, ഒരു വചനം കൊണ്ടാകട്ടെ, ഒരു തെറ്റിലേക്ക് ഒരാൾ കടന്നാൽ കാന ശരീകൻ ലഹു ഫിഹാ, ആ തെറ്റ് ചെയ്യാത്ത സാധാരണക്കാരനായ ഇവനെ അങ്ങോട്ടേക്ക് പറഞ്ഞുവിട്ടവനും അതിൽ പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഞാൻ പറഞ്ഞത്. വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. നാട്ടുകാരുടെ ആൾപ്പെരുപ്പം കണ്ടിട്ടോ അല്ലെങ്കിൽ കയ്യൂക്ക് കണ്ടിട്ടോ ഒന്നും ആരെയും അങ്ങനെ തോണ്ടി വിട്ടുകൊടുക്കേണ്ട അധികാരത്തിലേക്ക് സൂക്ഷിച്ചോളി. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫൻതളിറിസ്സാഅ. ആരൊരാൾക്ക് അനർഹനായവർക്ക് അധികാരം നൽകുന്നുവോ, അനർഹനായ വ്യക്തിയെ അധികാരത്തിലേക്ക് കയറ്റിവിടുന്നുവോ, ഫൻതളിറിസ്സാഅ, അവർ ഖിയാമത്ത് നാളെ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫൻതളിറിസ്സാഅ. അനർഹമായവന് അധികാരം കിട്ടിയാൽ ഓർത്തുകൊള്ളുക, ഖിയാമത്ത് നാളിനെ നീ പ്രതീക്ഷിച്ചുകൊള്ളുവോ എന്ന് പറഞ്ഞാൽ അതിന്റെ അടയാളങ്ങളൊക്കെ നീ കണ്ടുകൊള്ളുക. നിനക്ക് നിന്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുമെന്നതിന്റെ തെളിവ് അത് തന്നെയാണ്. അനർഹരായവർക്ക് അധികാരം കൊടുക്കാൻ പാടില്ല. കാരണം എന്താണ്? ഭരണകർത്താക്കൾ ഭൂമിയിൽ പരമാധികാരികളല്ല, ഭരണകർത്താക്കൾ ഭൂമിയിൽ പ്രതിനിധികളാണ്.
ഭരണകർത്താക്കൾക്ക് പ്രാതിനിധ്യാവകാശം മാത്രമേ ഭൂമിയിലുള്ളൂ. ഈ ഭൂമിയെ പിടിച്ചടക്കാനോ ഈ ഭൂമിയുടെ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അഹങ്കരിക്കാനോ അവരെ കൊണ്ട് കഴിയുകയില്ല. ധാർഷ്ട്യം ഭരണകർത്താക്കൾക്ക് പറ്റിയ പണിയല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വ്യക്തമാക്കുന്നു, ഭരണാധികാരി ആര്, ഭരണകർത്താക്കൾ ആര്, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക് തുതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ بيدك الخير وهو على كل شيء قدير. നബിയെ പറഞ്ഞു കൊടുക്കൂ, നബിയെ, ആകാശഭൂമിയുടെ അധിപരാശക്തി അല്ലാഹുവാണ്. അവനാണ് ലോകത്തിന്റെ അധിപരാശക്തിയും ലോകത്തിന്റെ കടിഞ്ഞാൺ പിടിക്കുന്നവനും ലോകത്തിന്റെ ഭരണകർത്താവും. ഈ ലോകത്തേക്ക് പ്രാതിനിധ്യാവകാശമായി പ്രതിനിധികളെ നിയന്ത്രിക്കുന്നതും നിയോഗിക്കുന്നവനും ആ തമ്പുരാനത്രേ. തൂത്തിൽ മുൽക മൻ തശാ, അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് അധികാരം നൽകുന്നു. വതുഇസ്സു മൻ തശാ, അവൻ ഇഷ്ടപ്പെടുന്നവരെ അവൻ അന്തസ്സുള്ളവരാക്കി മാറ്റുന്നു. വതുദില്ലു മൻ തശാ, അവൻ ആഗ്രഹിക്കുന്നവരെ നിന്ദ്യരും നികൃഷ്ടരും ഇളിഭ്യരുമാക്കി മാറ്റുന്നു. ബിയദിക്കൽ ഖൈർ, അവന്റെ കൈകളിലാണ് അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും. ഈ ലോകത്തിന്റെ മുഴുവനും കടിഞ്ഞാൻ അവന്റെ കൈകളിലത്രേ. അവൻ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. അവൻ ഇഷ്ടമുള്ളവർക്ക് അധികാരം നൽകുന്നു. ഇഷ്ടമുള്ളവരെ അന്തസ്സുള്ളവരാക്കുന്നു. അവൻ ഇഷ്ടമില്ലാത്തവരെ തറപറ്റിക്കുന്നു, നെറികെട്ടവരാക്കി മാറ്റുന്നു, നിന്ദ്യരാക്കി മാറ്റുന്നു. ഇതിനുള്ള കഴിവുകൾ